സലാം അലൈക യാ മാഹിദ്ദുനൂബ്. പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബി അങ്ങേക്ക് സലാം. നമ്മുടെ പാപാരം മായ്ച്ചു തരിക. മൂന്നാമത്തെയും സൂറത്ത് ആൽ ഇമ്രാൻ 135-ാമത്തെ ആയത്ത് അല്ല ചോദിക്കുക, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ടടോ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മായ്ച്ചു തരാൻ? റബ്ബല്ലാതെ ആരുണ്ട്? നമ്മളിതൊക്കെ മദ്ഹാന. നിങ്ങളെ മൗലിദ് കിതാബിൽ ആദ്യത്തെ മൗലിദ് ജാല മുഹമ്മദ് മൗലിദ ഒരു പേജ് മറിച്ചാൽ മേലെ ലെഫ്റ്റ് എന്ന മേലെന്ന മൂന്നാമത്തെ ലൈൻ എന്താ വാക്കുന്നത് കുറച്ച് മാഞ്ഞു കിടക്കുന്ന കാണാം. അത് അടയാളാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ബദറിൽ മണ്ണ് വാരി എറിഞ്ഞപ്പോ കാഫിരീങ്ങളിൽ നിന്ന് 12,000 മുശ്രിക്കുകളെ തോറ്റോടി പോയി. എവിടെ? ബദറിൽ 12,000 മുശ്രിക്കുകളും. ആകെ എത്ര എണ്ണം പങ്കെടുത്തു? അത് ആളുകൾക്ക് കത്തൂല. പക്ഷെ സ്വഹാബത്തിന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ അറിയാം, 313 വയലിന്റെ വേദിയിൽ ഈത്തപ്പഴം, കോഴിമുട്ട, ആപ്പിള്, തേന് ഇതൊക്കെ കൊണ്ടുവരും. 313, 786, 6666 കച്ചവട നമ്പറുകളാണ്. അപ്പൊ ഒരാൾ സഹസിന് ഇങ്ങനെ വിളിക്കാൻ 5, 10, 100. അപ്പൊ സഹസിന്റെ മുകളിൽ നിന്ന് ഒരാൾ 313 ഇലാഹി സല്ലിമില്ലുമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മി വമിന്നുമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ നമ്പറാണ് കേട്ടോ. ഇത് വിളിച്ചെടുത്ത സഹോദരന് നീ ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെ കൊടുക്കും. ഇത് വയലില് കഥാപ്രസംഗത്തിലാണെങ്കിൽ കുറച്ച് മാറ്റണ്ട്. 313 രൂപ വിളിച്ച ഒരാൾ, അങ്ങനെ ഒരാൾ 310 ആളുകൾ ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെ ആളുകൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞു. 300 കഴിഞ്ഞാൽ 350 അല്ല വിളിക്കുക, 313 വിളിക്കുക. അത് വിളിച്ച ഉടനെ സ്വർഗീയ മലർവാടി തന്നിൽ പാറി നടന്ന് സന്തോഷം കൊള്ളും ശുഹദാക്കളെ, സന്മാർഗം പുൽകി അതിനാലെ ഷഹീദായി സുരലോകം പൂണ്ട ബദിരീങ്ങളെ, സുരലോകം പൂണ്ട ബദിരീങ്ങളെ. 313 രൂപ. ഇതൊന്നും വെറുതെ പറയില്ല, അവര് തന്ന എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ ഈ പറയണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 കഥാപ്രാസംഗർക്ക് പിന്നണി പാടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പറയണേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചു ഈ കച്ചവടങ്ങൾ അപ്പൊ എല്ലാവർക്കും അറിയാം സ്വഹാബത്ത് എത്രയാ? 313 എന്താ പറയും, ഉറപ്പില്ല കേട്ടോ. 313, 14, 16, 17. മോയിൻകുട്ടി വൈദ്യരെ ബദർ പടപ്പാട്ടിൽ ശ്രമിച്ചത് 306 എന്നാണ് സ്ഥാപിച്ചത്. എന്തായാലും ചെറിയ തർക്കമുണ്ട്, 300 ചില്ലാണ്. അപ്പൊ ശത്രുക്കൾ എത്രയാ? 900-നും 1000-നും മധ്യേ. പിന്നെങ്ങനെ 12,000 തോറ്റോടിയെ? 12,000 തോറ്റോടി. അപ്പൊ പറഞ്ഞു ജിന്നും പിശാചൊക്കെ ഓടിയതാണ്. ഇപ്പൊ പുതിയ ചില ഉസ്താദ്മാർ വന്ന് മുജാഹിദേര് കടത്തിയതാണ്. ഞാൻ ആലോചിച്ച്, മുജാഹിദേര് കടത്തിയത് പാടി നടക്കലങ്ങളുടെ ജോലി? അത്രയും അറബി നിങ്ങൾക്ക് തിരിയൂല? അത്രയും അറബി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഇപ്പൊ പിന്നെ അവര് പറഞ്ഞു ജിന്നും പിശാചൊക്കെ ഓടിയതാണ്. ഇതൊക്കെ നുണ പറയട്ടോ പിടിച്ചെക്കാൻ വേണ്ടിയിട്ട്. ആ ജിന്നും പിശാചൊക്കെ പാടെ ഓടിയപ്പോ ഇപ്പൊ പുതിയ മൗലിദ് കിതാബ് പിടുത്തം കിട്ടാതെ നാം വായിച്ചു. അപ്പൊ എന്താ ഡേഷ് അൽഫറുജന്. അപ്പൊ 1000 ഓടിയെന്ന ആകെ പങ്കെടുത്ത് 900-നും 1000-നും മധ്യേ 70 പേരെ ബന്ദികളാക്കി, 70 പേരെ കൊന്നുകളഞ്ഞു, 140 ലസ്സ ചെയ്തു. വീണ്ടും 1000 ഓടിയോ? അപ്പൊ കക്കാൻ പഠിച്ചു, പക്ഷേ നിൽക്കാൻ പഠിച്ചിട്ടില്ലേ? ഇല്ല. ഫാത്തിമ മൗലിദ് അറബിയിൽ ചൊല്ലുന്നതാ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ മുത്തറസൂല് മിഅ്റാജ് പോകുമ്പോ സ്വർഗത്തിൽ ഖദീജയുടെ കൊട്ടാരം കാണിച്ചുകൊണ്ട് അവിടുന്ന് മലക്കിതാ ഒരു ആപ്പിൾപ്പഴം എടുത്തു പറയുന്നു, നബിയേ ഇതങ്ങേക്ക് ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് ആപ്പിൾപ്പഴം കഴിക്കുന്നു. അതാണ് ഖദീജ ഗർഭം ചുമന്ന ഫാത്തിമ. ഖദീജയുടെ അടുക്കൽ സ്വർഗത്തിന്റെ മണമുണ്ടായിരുന്നു. ഖദീജ ഫാത്തിമയെ പ്രസവിക്കുമ്പോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് മാറിപ്പോയി. അങ്ങനെ നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബീബി ജനിച്ചുപോയി. നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ്. അപ്പൊ നബിക്ക് എത്രയാ വയസ്സ്? 35. ശരിയാണ്. ഒരു കൊല്ലം എനിക്ക് 2 സന്തോഷമുണ്ടായി. ഒന്നെന്റെ ഖദീജ എനിക്കെന്റെ ഫാത്തിമയെ തന്നതാണ്. മറ്റൊന്ന് ഹജറുൽ അസ്വദ് ഞാൻ എന്റെ കൈകൊണ്ടെടുത്ത് വെച്ചതാ. അത് 35-ാമത്തെ വയസ്സിൽ. 40-ാമത്തെ വയസ്സിൽ നബിയായി. 51-ാമത്തെ വയസ്സിൽ മിഅ്റാജ് ഉണ്ടായി. ഇനി പഠിച്ചോളിണ്ടിട്ടോ. 51-ാമത്തെ വയസ്സിലുണ്ടായ
മിഅ്റാജിൽ കിട്ടിയ ആപ്പിൾപ്പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു. മൗലായ നിങ്ങൾ കൊണ്ടേക്കോളി, നമ്മളില്ല. നിങ്ങൾ കൊണ്ടേക്കോളി, നമ്മളില്ല. നമ്മൾ ആലോചിച്ചൊക്കെ ഈ വക കള്ളക്കഥകൾ റസൂലുള്ളാഹിന്റെ പേരിൽ പറയാം. നമ്മളൊക്കെ വിചാരിക്കണ് ഇതിൽ മദ്ഹാടുന്ന മദ്ഹല്ല, റസൂലുള്ള നുണ പറഞ്ഞു എന്നവരെ സിദ്ദീഖ് മൗലിദിലുണ്ട്. പ്രിയമുള്ളവരെ, അതിലുപരി തനിച്ചതായ ഷിർക്കുകളും ധാരാളമായിട്ട് അടങ്ങുന്നുണ്ട്. ഇപ്പൊ കുത്തുബിയത്തിനിടയിലൊക്കെ വിളിക്കുന്നതാരെ മുഹിയുദ്ദീനൊക്കെ വിളിക്കുക മദ്ഹിന്റെ പേരിൽ കള്ളക്കഥകൾ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ കള്ളക്കഥകൾ പറയുന്നിടത്ത് മുഹിയുദ്ദീൻ മാലെ പറയുന്നുണ്ട് അള്ളാഹ്ക്ക് വരെ പഴിച്ചു. മിഹ്റാബ് യാത്രയില് കോണി വഴുതി റസൂലുള്ള താഴേക്ക് വീഴുമ്പോ മുഹിയുദ്ദീൻ ശൈഖ് ഷോൾഡർ കാണിച്ചു കൊടുക്കുകയാ. അല്ല പറയുന്ന മുഹിയുദ്ദീനെ, ലോകത്തിലെ മുഴുവൻ ഔലിയാക്കളും നിന്റെ കാലിന്റെ ചോട്ടിലാ. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, മാലേല. അപ്പൊ മുഹിയുദ്ദീൻ ഓർഡർ ഇട്ടു എല്ലാവരും പോതെ. ബാലരമ, കുട്ടൂസൻ, ഡാങ്കിനി, അതുപോലെ മഹാബലി എല്ലാവരും തോറ്റുപോണ കഥയാണ്. മുഹിയുദ്ദീൻ ഓർഡർ ഇട്ടു എല്ലാവരും പോന്നിട്ട്. ഒറിജിനൽ ഞങ്ങളുടെ മുഹിയുദ്ദീൻ അങ്ങനെ പറയൂല, ഇത് മാലയിലെ കോഴിക്കോട്ടുകാരന്റെ ശേഖാൻ. അങ്ങനെ എല്ലാവരോടും വരാൻ പറഞ്ഞപ്പോ ഔലിയാക്കളൊക്കെ വന്നു. കാഫമാല ഇന്നും യജൂജ് നാട്ടെന്നും ബഹർ മുഹീത്തെന്നും, യജൂജ് നാട്ടെന്ന് കാഫമല എന്ന് ബഹർ മുഹീത്തെന്ന് ഒക്കെ വന്നു. എവിടെ കാഫമല? എവിടെയാ? ആകെയുള്ളൊരു സ്ഥലം എവിടെയെന്നറിയോ? ആകെ ഒരു കാഫമലയേ ഉള്ളൂ. അത് പീർ മുഹമ്മദിന്റെ മാപ്പിളപ്പാട്ടില്ല. കാഫമല കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ടു തന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹോറും കിസ്സ പറഞ്ഞാട്ടെ. അതല്ലാതെ പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും കാഫമലയില്ല. എല്ലായിടത്തുനിന്നും ഔലിയാക്കള് വന്നപ്പോ ഷെയ്ഖിന് തലതാറ്റി കൊടുക്കാൻ പറഞ്ഞപ്പോ കൂട്ടത്തില് അബൂബക്കർ പറഞ്ഞു എന്റെ തല ഞാൻ തരൂല. കൂട്ടത്തിൽ അബൂബക്കർ പ്രശ്നക്കാരനാ, തല കൊടുക്കൂല എന്ന് പറഞ്ഞു. ഷെയ്ഖ് പറഞ്ഞു പൊക്കോ, പാതാളത്തിൽ പൊക്കോ, ഇനി നിന്നെ ഭൂമിയിൽ കാണാൻ പാടില്ല. മഹാബലീനെ താഴ്ത്തിയതിനേക്കാളും സ്ട്രോങ്ങിൽ താഴ്ത്തിക്കളഞ്ഞു. അപ്പൊ ആളുടെ ഭാര്യ മക്കളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ വാപ്പേനെ കണ്ടേ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം കിണറ്റ് പൊന്താന്ന്. അപ്പൊ കുടുംബം പോയിട്ട് കിണറ്റിൽ പോയിക്കും. മൂപ്പരിങ്ങനെ വരും, ബ്ലും. മൂപ്പരിങ്ങനെ വരും, കാണും, ബ്ലും. അപ്പോ നിങ്ങൾ ഇത് ഈ കുത്തുബിയത്തിലുള്ളതാണ്, മുഹിയുദ്ദീൻ മാലയിലും കുത്തുബിയത്തിലുള്ളതാ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതല്ലേ നമ്മൾ ഈ പോരിശൊക്കെ ചെല്ലുന്നത്. ഇനി ഇതിന്റെ ബാക്കി എന്താണെന്നറിയോ? എനിക്ക് സദസ്സിൽ പറയാൻ ലജ്ജയുണ്ട്. അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി മലം തലയെ ചുമന്നുകൊണ്ടാണ് കള്ളക്കഥ ഉണ്ട്. അങ്ങനെ ആത്മാർത്ഥാണെന്ന് നോക്കാൻ വേണ്ടി മഴ പെയ്യിപ്പിക്കണ സംഭവങ്ങളൊക്കെ വ്യാഖ്യാനായിട്ടും വരികളായിട്ടും പഠിപ്പിക്കുക. ഇതെങ്ങനെ മദ്ഹായി മാറുക? ഇതെങ്ങനെ അവരുടെ മദ്ഹായി മാറുക? പ്രിയമുള്ളവരെ, ഇനി തനിച്ച ഷിർക്ക്. എവിടെയാ ഷിർക്ക് എന്നറിയോ? ഇപ്പൊ മുഹിയുദ്ദീൻ മാലയിൽ പറയാ വല്ല നീലത്തീനും എന്നെ വീളിപ്പോർക്ക് വായ്കൂടാതെ തീരം ചെയ്യും ഞാനെന്നോവ്. ലോകത്തിന്റെ എവിടെ നിന്ന് ആരെന്നെ വിളിച്ചാലും അവരുടെ വായ കൂടുന്നതിന് മുമ്പ് അവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്നാ. എവിടെന്ന് വിളിച്ചാലും. ഇതാരുടെ പ്രത്യേകതയാ? സ്ഥലകാല ശബ്ദ വ്യത്യാസമില്ലാതെ ശതകോടി ജനങ്ങളുടെ വിളി, ചുണ്ടനക്കങ്ങളെ വേർതിരിച്ചറിയുന്ന സുട്ടാവായ അള്ളാന്റെ പ്രത്യേകത വെച്ചുകൊടുത്തു. അള്ളാഹ്ക്ക് 99 മുഹിയുദ്ദീന് 90. അങ്ങനെ വെച്ചുകൊടുക്കണേ. അപ്പൊ ഉത്തരം നൽകുന്ന. അപ്പൊ ഒരു ചോദ്യം വന്ന മുബാറക്ക് മാസികയിൽ മുഹിയുദ്ദീൻ ഇംഗ്ലീഷ് അറിയും. എന്റെ മറുപടി എന്നറിയോ? ഏത് ഭാഷക്കാരൻ വിളിച്ചാലും ഷെയ്ഖിന്റെ പേരോ സൂചനകളോ ഉണ്ടാകുമല്ലോ. അപ്പൊ ഷെയ്ഖിന് മനസ്സിലാകും എന്നെയാ വിളിച്ചത്. ഷെയ്ഖ് ഉടനെ അള്ളാഹുവിലേക്ക് വിടും. അല്ല ഷെയ്ഖിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന. നമ്മൾ വിസ, പാസ്പോർട്ട്, എമിഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ഖിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ പേരുകൊണ്ട് മനസ്സിലാവൂല എന്നെയാ വിളിച്ചത്. ഉടനെ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിടുന്ന. നമ്മളിപ്പോ രാവിലെ മലയാളത്തിലെ ആകാശവാണി ന്യൂസൊക്കെ കേട്ടു. നമ്മുടെ സുഹൃത്ത് ഹക്കീം കുട്ടായിയുടെ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. അടുത്ത ന്യൂസ് വരണേ. സമൃദ്ധി വാർത്തഹ ശ്രീയന്താം പ്രവാചക ഭരതിവാനന്ദ സഗ്രഹം. അതിൻ്റെ ഇടയ്ക്കൊരു ശ്രീ നരേന്ദ്രമോദി. പഠിച്ചോനെ, ഇയാളിനിപ്പോൾ എന്ത് നോട്ടം നിരോധിക്കാൻ പോണേ? ഒന്നും മനസ്സിലായില്ലെങ്കിൽ അയാളെ പറ്റി എന്തോ പറഞ്ഞത് മനസ്സിലാവുമല്ലോ. ഇതേപോലെ ഷെയ്ഖിന് മനസ്സിലാകും എന്നെയാ വിളിച്ച്. ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിടുന്ന സായിപ്പ് വിളിക്കണോ മുഹിയുദ്ദീൻ ഷെയ്ഖ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ തമിഴ്നാട്ടുകാരൻ വിളിക്കേണ്ട ബാധാതിൽ മറിയപ്പെട്ടവരെ കാപ്പാത്തുങ്കോ. അപ്പൊ മലയാളി വിളിക്കേണ്ട മൊയ്തീൻ ഷെയ്ഖ് രക്ഷിക്കണേ. ഉടനെ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിട്ടു. അല്ല ഷെയ്ഖിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ കുത്തുബിയത്ത് പറഞ്ഞു അങ്ങനൊന്നും കിട്ടൂല, കുറച്ച് പണിയുണ്ട്. എന്താണെന്നറിയോ?
ومن ينادي اسمي ألفا بخلوته أزما بهمته سرما لعفوته بعد الصلاة 12 من ركعة مع الفواتح والإخلاص مع خليها ومن ينادي اسمي ألفا بخلوته ആര് ഒഴിഞ്ഞിരുന്നു കൊണ്ട് 1000 വട്ടം എന്റെ പേരെ വിളിച്ചു പോയോ بعد الصلاة 12 من ركعة مع الفواتح والإخلاص مع خليها ഫാത്തിഹ സൂറത്ത് ഓതി ഇഖ്ലാസ് സൂറത്ത് ഓതി 12 റക്അത്ത് നമസ്കരിച്ചിട്ട് 1000 വട്ടം എന്റെ പേര് വിളിച്ചു പോയാൽ അജിബ്തുഹു മുസ്ലിഹാ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ. അങ്ങനെ 1000 വട്ടം എന്റെ പേര് വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. മുഹ്യിദ്ദീൻമാല പറഞ്ഞു വിളിച്ചാൽ വായ കൂടുതലും. അപ്പൊ കുത്തുബിയത്ത് അവന് പറ്റൂല. ഫാത്തിഹ ഇഖ്ലാസ് സൂറത്തോതി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 വട്ടം വിളിക്കണം. അതെങ്ങനെ വിളിക്കണം? ഹൽവത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വിളിക്കണം. അപ്പൊ കുത്തുബിയത്ത് ഓതാൻ കുറെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിളിക്കുക, അതിനുള്ള സൂത്രമാണ് ലൈറ്റ് ഓഫ് ആക്കുക എന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ കുത്തുബിയത്തിന്റെ ഇടയിൽ ലൈറ്റ് ഓഫ് ആക്കുക? ആ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് 1000 വട്ടം ഇങ്ങനെ വിളിക്കും. എൻ്റെ കൂടെ വന്ന സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ തൊട്ട വീട്ടിൽ കുത്തുബിയത്ത് ഓതുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴേ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് വെളിച്ചം വരും. അപ്പൊ പോയിട്ട് ലൈനിന്റെ ഫ്യൂസ് ഊരി. ഹൽവത്ത് കിട്ടണ്ടേ ഒറ്റയ്ക്ക് ഇരിക്കാൻ? അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 1000 വട്ടം വിളിക്കുക. അപ്പൊ എല്ലാവരും കണ്ണടച്ച് ഇങ്ങനെ വിളിക്കും. ആ വിളി നടുക്ക അരിപ്പൊടിയൊക്കെ പരത്തിയിട്ട് പണ്ട് വിളിച്ചിരുന്നേ. അപ്പൊ എന്താണെന്നറിയോ, 1000 ഒക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ മുഹ്യിദ്ദീൻ ശൈഖ് വന്നു പോയ കാലടയാളം കാണാം. നമ്മൾ പറയലുണ്ട്, ആ ഇഞ്ചളവൊന്ന് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ തലശ്ശേരി വരുന്ന ശേഖൻ അവിടുത്തെ ഉസ്താദിന്റെ കാലടയാളുണ്ടാവും, മാഹിയിൽ വരുന്ന ശേഖൻ അവിടുത്തെ ഉസ്താദിന്റെ കാലടയാളുണ്ടാവും, കണ്ണൂർ വരുന്ന ശേഖൻ അവിടുത്തെ ഉസ്താദിന്റെ കാലടയാളുണ്ടാവും. അതല്ലെങ്കിൽ ഇടക്കൊന്ന് ടോർച്ചടിച്ചൊക്കെ ഒരു മൊയിലേരെ കാണാം. ഇത്ര എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. പിന്നെ ആ കാലടയാള പരിപാടി നിർത്തി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളി മാത്രമാക്കി. അപ്പൊ വിളിക്കുമ്പോ എങ്ങനെ വിളിക്കാം? يا أوسو يا محي الدين عبد القادر جيلاني يا أوسو يا محي الدين عبد القادر جيلاني يا أوس. എന്താണെന്നറിയോ, കയറിപ്പോവാനുള്ള ഒരു സിഗ്നലാ. അതങ്ങോട്ട് കിട്ടിയ 1000ന്റെ വിളി ഒരു 500 ഒക്കെ കേൾക്കാം. പള്ളിയിൽ നിന്ന് ബഹളം മാത്രം. ആരെയാ വിളിക്കണ്ടേ? മുഹ്യിദ്ദീൻ ഔലിയാക്കളോട് ഒരു സ്നേഹവുമില്ലാത്ത ആളുകൾ. ഇങ്ങനെയാണോ മുഹ്യിദ്ദീനെ വിളിക്കാൻ വരാൻ? ഞാൻ നേരത്തെ വാപ്പാന്റെ ഉദാഹരണം പറഞ്ഞ പോലെ, ഇവിടെ വാപ്പ എന്ന് പറഞ്ഞ പോലെ മുഹ്യിദ്ദീനെ സദസ്സിക്ക് വിളിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, തെറ്റാണ്. നിങ്ങളാരും ഔലിയാക്കളോട് ഒരു സ്നേഹമില്ല. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ താമരശ്ശേരി ചുരം കയറുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാൻ പറ്റിയ പൈസ അറിയാം. എന്തിനാണെന്നറിയോ? ചുരത്തിൻ്റെ മേലെ ഒടുങ്ങാതിരിക്കാനാ. എന്താ ചെയ്യണേ? എവിടെ ജാർ, അള്ളാൻ്റെ പള്ളിക്ക് പൈസ ഒന്നും അറിയൂല, ജാരം കണ്ട ഒറ്റയേറാൻ. എൻ്റെ വീട്ടിലേക്കൊരു മിസ്കീൻ ഇങ്ങനെ കടന്നു വരിക, എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളയിലെ വലിയ കോയിൻ 10 ഉറുപ്പ്യൻ്റെ കോയിൻ എടുത്ത് ഒരൊറ്റ ഇറങ്ങുന്നുണ്ട്. ഓൻ കല്ലും കൂട്ടി എന്നെ തിരിച്ചറിയൂല്ലേ? ഇങ്ങനെ ഔലിയാക്കളെ സ്നേഹിക്കാൻ നമ്മൾ, ഇങ്ങനെയാണ് ഔലിയാക്കൾ നമ്മൾ സ്നേഹിക്കുക. ആയിക്കോട്ടെ, അങ്ങനെ 1000 വട്ടം വിളിച്ച ഉത്തരം കിട്ടുന്ന. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ഈ 12 റക്അത്ത് നിസ്കാരമില്ലേ, ഫാത്തിഹയും ഇഖ്ലാസും ഓതി നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഈ നിസ്കാരം പഠിപ്പിച്ചതാര്? ഈ പുതിയ നിസ്കാരം കൊണ്ടുവന്നവനല്ലേ പുത്തൽവാദി? അത് കൊണ്ടുവന്നവനല്ലേ ബിദ്അഈ? പ്രിയമുള്ളവരെ, ആ ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ആ ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അപ്പൊ ഫുയൂദാത്ത് പറഞ്ഞു അങ്ങനെ കിട്ടില്ല. ആദ്യം പറഞ്ഞു വിളിച്ച വായ കൂടുന്നതിന് മുമ്പ്. കുത്തുബിയത്ത് പറഞ്ഞു 1000 വട്ടം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിളിച്ചാലുള്ളൂ. അപ്പൊ ഫുയൂദാത്ത് പറഞ്ഞു അങ്ങനെയും കിട്ടൂല. തിങ്കളാഴ്ച രാവിലെ എണീക്കണം, 12 റക്അത്ത് നിസ്കരിക്കണം, അഡീഷണൽ 2 സുജൂദ് ചെയ്യണം, ഇറാഖിന്റെ ബാഗ്ദാദിന്റെ ഭാഗത്തേക്ക് 11 കാലടി വെക്കണം. ഓരോ കാലടിയിൽ യാ ഔസ് മുഹ്യിദ്ദീൻ, യാ ഹവ്വാജ മുഹ്യിദ്ദീൻ, യാ ശൈഖ് സക്കലൈ മുഹ്യിദ്ദീൻ അങ്ങനെ വിളിക്കണം. 11ാമത്തെ കാലടിയിൽ യാ ശൈഖ് സക്കലൈനി ഐസനി വംദുദനി എന്ന് പറഞ്ഞ് കാര്യം ചോദിച്ചാൽ ശൈഖ് ഉത്തരം നൽകുന്ന. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ദുബായി പോകണോ? നിങ്ങൾ വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടുന്ന് കണ്ണൂർക്കോ കോഴിക്കോട്ടേക്കൊന്നും യാത്ര ഒന്നും പോകണ്ട. 75 ഉറുപ്പിക കൊടുക്കുക. ഷുമൂസുൽ അൻവാർ എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങുക. AP സമസ്തയുടെ KVM പന്താവൂർ പുറത്തിറക്കിയതാണ്. അതിൽ കുറച്ച് കള്ളികൾ വരക്കുക. എന്നിട്ടത് വലത് തുടയിൽ ആരും കാണാതെ വരച്ച് മന്ത്രം നടത്തണേ, ആരും കാണാൻ പാടില്ല. അങ്ങനെ പേപ്പർ മന്ത്രം നടത്തിയ കുറച്ചൊന്ന് പൊന്തി നിൽക്കും. അത് വലത് തുടയിൽ വെച്ച് കെട്ടുക. ദുബായ് ലക്ഷ്യമാക്കി നടന്നുകൊള്ളുക. ഒരു 3 അടി വെക്കുമ്പോഴേക്ക് നിങ്ങൾ എവിടെത്തും? ദുബൈയിലെത്തും. എയർവേ കണ്ടുപിടിച്ചോണ്ട് തലക്കടിക്കണ്ടേ? നമ്മൾ ആലോചിച്ചൊക്കെ ഈ വക സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊന്നും ശരിയല്ല പ്രിയമുള്ളവരെ.